ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വെറുതെ കുറേ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് വീഡിയോ ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ആയിട്ട് വരാത്തത്. ഇന്നത്തെ വീഡിയോ അത്ര ബോറിംഗ് ആയിരിക്കില്ല എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ തുടങ്ങുന്നത്. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ കോയമ്പത്തൂരുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഈശ ടെമ്പിളിലേക്കാണ്. ഇന്ന് ഞാനും നിങ്ങളും മാത്രമല്ല, ഈ ബസ്സിൽ നിറച്ചും ആൾക്കാരുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ഞങ്ങളുടെ ഫ്ലാറ്റിലെ ടീമുമായിട്ടാണ് ഇപ്രാവശ്യത്തെ യാത്ര. ബസ്സിലിങ്ങനെ കുറേ ആളുകളുടെ കൂടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു ട്രിപ്പ് പോയിട്ട് കുറേ വർഷമായിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ കോളേജിൽ പഠിച്ച സമയത്താണ് അവസാനമായിട്ട് ഇങ്ങനെയൊക്കെ പോയത്. എല്ലാവരോടും കറക്റ്റ് 5:45 എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ എന്ന് ലേറ്റ് ആയാലും എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്ന ദിവസം ഞാൻ ലേറ്റായ ചരിത്രമില്ല. അതുകൊണ്ട് കറക്റ്റ് സമയത്ത് എല്ലാ പരിപാടികളും തീർത്ത് ഞങ്ങൾ താഴെ എത്തി. അപ്പുറം ഇപ്പുറം വലിയ കാര്യത്തിൽ സീറ്റൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അധികം നേരം സീറ്റിൽ ഇരുന്നിട്ടില്ല. കുറേ നേരം അങ്ങോട്ട് നടക്കലും ഇങ്ങോട്ട് നടക്കലും വേറെ ഏതെങ്കിലും സീറ്റിൽ പോയി ഇരിക്കലും കഥ പറയലൊക്കെ ആയിരുന്നു. ഈ ട്രിപ്പിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാൽ എല്ലാ ഏജ് ഗ്രൂപ്പ് പെട്ട ആൾക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും തന്നെ ബോറടി ഉണ്ടായിരുന്നില്ല. രാവിലെ നേരത്തെ എഴുന്നേറ്റതിന്റെ ക്ഷീണം എൻ്റെ മോക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉറക്കം പാസ്സാക്കി എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സ്പോട്ടിലെത്തി. ഉള്ളിലാ ഹലോ അങ്ങനെ നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും പോകാനുള്ള പരിപാടി നോക്കുകയാണ്. ബസ് കയറുന്നതിന് മുന്നേ എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാമെന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാവരും ബസ് കയറാതെ ബസ്സിന്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നത്. ഈ 2 ദിവസത്തെ ട്രിപ്പിൽ എൻ്റെ മോളെ എൻ്റെ അടുത്ത് കിട്ടിയത് വളരെ കുറച്ച് സമയം മാത്രമാണ്. 2 ദിവസവും അവൾ അവളുടെ ഫ്രണ്ടിന്റെ കൂടെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. നമ്മളെ കൂടെയുള്ള ആൾക്കാർ നല്ല വൈബ് ആൾക്കാരാകുമ്പോൾ നമ്മളെങ്ങനെ സീറ്റിൽ അടങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞാനായിട്ട് കുറച്ചില്ല, ഞാനും രംഗത്തേക്ക് ഇറങ്ങി. ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ എനിക്ക് ട്രിപ്പ് പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വിൻഡോ സീറ്റിലിരുന്ന് ഇങ്ങനെ കാഴ്ച കണ്ടു പോകാനാണ്. പ്രത്യേകിച്ച് ഞാൻ ഇതുവരെ കാണാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടുത്തെ ചുറ്റുപാടൊക്കെ കാണാനും അറിയാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഇനി ഒരു അടിപൊളി കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മളിനി നേരെ പോകുന്നത് ആശ്രമത്തിൻ്റെ അകത്തേക്കാണ്. ആശ്രമത്തിൻ്റെ അകത്ത് തന്നെയാണ് നമ്മൾ റൂമും ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇവിടെ അധികം ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. എനിക്കതിനെപ്പറ്റി വലിയ ധാരണയില്ലായിരുന്നു. അവിടെ പോയപ്പോഴാണ് ഇത് അറിയുന്നത്. ഞാനിതറിയാതെ കയറിയ പാടെ കുറേ വീഡിയോസ് എടുത്തു. പിന്നെയാണ് അവിടെ ഉള്ള ഒരു ചേച്ചി പറയുന്നത് എടുക്കാൻ പാടില്ല എന്നുള്ളത്. ആരോ ഞാനിവിടെ ഇതൊക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു അവിടെ പോയി നിന്നോ, ഞാൻ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തരാമെന്ന് പറഞ്ഞിങ്ങനെ തിരിയുമ്പോൾ ഉണ്ട് അവിടുന്ന് ഒരു ചേച്ചി ഇങ്ങനെ കൈകൊട്ടി വിളിക്കുന്നത് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ എടുക്കുന്നൊക്കെ നിർത്തി. പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോകാനുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. എന്താ പറയുക, ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞൊരു സ്ഥലം. ശിവനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ശാന്തി സമാധാനമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരൊരിക്കലെങ്കിലും ഒന്ന് ഇവിടെ വരണം കേട്ടോ. ഉറപ്പാണോ? ഒന്ന് തൊടിക്കട്ടെ, ഒന്ന് തൊടണേ. തൊട്ടു തൊട്. അയ്യോ,
റൂമിൽ പോകുന്നതിന് മുന്നേ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പോകാം എന്നുള്ള തീരുമാനത്തിലായി. അങ്ങനെ നമ്മൾ ആശ്രമത്തിനുള്ളിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചു. ഏകദേശം 2, 2:30 സമയമായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇങ്ങനത്തെ 2 താലിയും പിന്നെ അതുപോലെ 2 കേർഡ് റൈസും ആയിരുന്നു. ഫുഡ് എനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഭക്ഷണമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കേർഡ് റൈസ് ആയിരുന്നു. പിന്നെ ദാ ഞങ്ങളെ പിക്ക് ചെയ്യാൻ അവിടെ വണ്ടി വന്നു. ഇങ്ങനത്തെ ഒരുപാട് വണ്ടികൾ അവിടെയുണ്ട്. അതായത് ഈ ആശ്രമത്തിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് പോകാൻ കുറച്ച് ദൂരമുണ്ട്. പിന്നെ ഇത്രയും ലഗേജ് വെച്ചുകൊണ്ട് നമ്മൾ അത്രയും ദൂരം നടക്കുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ദാ നമ്മൾ ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത്. ഇവിടെ എത്തിയതും ചെറുത് അകത്തേക്ക് കയറുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം നമ്മുടെ നാഗവല്ലിയെ വിളിച്ചുകൊണ്ട് പോകുന്ന പോലെ കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെ ദാ ഞങ്ങളുടെ റൂമിലെത്തി. ആശ്രമത്തിൽ എത്തിയപ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ആ ഒരു പോസിറ്റിവിറ്റി ഇതാ ഇവിടെ എത്തിയപ്പോഴും എനിക്ക് അതുപോലെ തന്നെ ഫീൽ ചെയ്തു. എനിക്കിത് പ്രത്യേകിച്ച് തോന്നാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഫ്ലാറ്റിൽ നിന്ന് മേലേന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഫുള്ള് വണ്ടികൾ ചീറിപ്പാഞ്ഞ് പോകുന്ന സൗണ്ടും വേറെ കുറേ സൗണ്ടുകളൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് വിശാലമായി ഇങ്ങനൊരു പറമ്പ്, പിന്നെ എങ്ങും നിശബ്ദത. പോരാത്തതിന് എവിടെ നോക്കിയാലും മയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുന്ന കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ആ മരത്തിൻ്റെ താഴെയായിട്ട് ഒരു മയിൽ നിൽക്കുന്നത് കാണാം. പിന്നെ ഇവിടുത്തെ അടുത്ത അതിഥികൾ എന്ന് പറയുന്നത് ഈ കുരങ്ങച്ചന്മാരാണ് കേട്ടോ. ഈ ഒരാൾ മാത്രമല്ലായിരുന്നു, ആളുടെ ഫുൾ ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരും ഡ്രസ്സ് മാറ്റി ആശ്രമത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആസ് യൂഷ്വൽ ലേറ്റായി. കൂടെതായി ഇവരും. ഞങ്ങൾ റൂമിൽ നിന്ന് തിരിച്ച് പിന്നെ ആശ്രമത്തിലേക്ക് പോകുന്നത് കാളവണ്ടിയിലാണ് കേട്ടോ. അതുവരെ ബഹളം വെച്ചുകൊണ്ടിരുന്ന എൻ്റെ ചെറുതി കാളവണ്ടിയിലായ പിന്നെ വളരെ ഡീസൻ്റ് ആയിരുന്നു. മോൻ ഈ പശു, പോത്ത്, ആട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അതുകൊണ്ട് എനിക്ക് സമാധാനമായിട്ട് ഒരു ഭാഗത്ത് ഇരിക്കാൻ പറ്റി. പിന്നെ ഈ ആശ്രമത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ സ്ലീവ്ലെസ്സോ ഷോർട്ട് ഡ്രസ്സോ ഒന്നും ഇവിടെ ഇടാൻ പാടില്ല. പിന്നെ ഇവിടെ യോഗ ക്ലാസ്സും മെഡിറ്റേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അധികം ടൈറ്റ് ആയിട്ടുള്ള ജീൻസോ കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല. പിന്നെ അധികം റിവീലിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതോ ഒന്നും ഇവിടെ പറ്റില്ല. ഒരു രീതിയിൽ എന്നെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കരുതെന്ന് കരുതി ഞാൻ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് രാത്രിയായി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. അതിനൊരു കാരണമുണ്ട്. നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ വേറെ കുറച്ച് റൂൾസ് കൂടെ ഉണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളൊരു ദൈവവിശ്വാസിയോ അല്ലെങ്കിൽ ശിവൻ്റെ കടുത്ത ഭക്തനോ ഭക്തയോ ആണെങ്കിൽ ഈ ഒരു ആശ്രമത്തിൽ നിങ്ങൾ മസ്റ്റായിട്ട് പോകണം. കാരണം അത്ര അധികം ശിവനോട് അടുപ്പിക്കുന്ന കുറേ കാഴ്ചകളാണ് അവിടെ കാണാനുള്ളത്. പക്ഷേ ഈ കാഴ്ചകളൊന്നും ആർക്കും ഫോണിലെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം അവിടെ ഫോണല്ല അവിടെ അല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അടുത്ത റൂള്. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു സാധനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിവിടെ അലൗഡാണ്. ഈ ഒരു ലൈറ്റ് ഷോ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ആ രോമാഞ്ചിഫിക്കേഷൻ ഇതിലൂടെ കിട്ടുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടോളൂ.